അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്കൊരു ചേച്ചി അനിയത്തി ആരുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സഹായിക്കൊന്നും വേണ്ട. നമ്മളൊന്ന് നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനോ സങ്കടം കേൾക്കാനോ ആരെങ്കിലും ഒരാളായിരുന്നു. അമ്മ മരിച്ചേ പിന്നെ ഇതിപ്പോൾ ഒരാങ്ങളായതും കൊണ്ട് അവൻ്റേതായ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നില്ല വരുന്നൊന്നും. പക്ഷേ നമ്മൾ ഈ ബന്ധങ്ങളെ എന്നും നിലനിർത്താൻ വേണ്ടി ഇടയ്ക്കൊന്ന് വന്നും പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്നും അകലം വേണം, പക്ഷെ ആവശ്യത്തിന് വേണം കേട്ടോ. പക്ഷെ അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നു, അമ്മയുടെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല എന്ന്. ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്നു, നമ്മളാരും ഇല്ലാത്ത പോലെ കഴിയണമെന്ന്. എന്താ പണിക്ക് പോകണു, വരുന്നു, ചോറും കൂട്ടാനും വയ്ക്കുന്നു, തിന്നു, കിടന്നുറങ്ങണം, പിന്നെയും പോകണം പണിക്ക്. ജീവിതം അതൊക്കെ തന്നെയാണ്. പക്ഷെ അതല്ല പറഞ്ഞു, അതിലൊരു ചെറിയൊരു സന്തോഷമെങ്കിലും വേണ്ട നമുക്ക്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഒറ്റയ്ക്കായി, അച്ഛനും ഇല്ല അമ്മയില്ല. അങ്ങനെയൊക്കെ കുറേ ആലോചിച്ച് വിഷമിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കൂട്ടുകാരായി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണേ കുറേ ഇല്ലായ്മ പറഞ്ഞു വല്ലായ്മ പറഞ്ഞു അത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ ആരും. ഞാൻ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ അതിനുള്ള നിങ്ങളോരോ കമൻറ്റ് പറയുമ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ട അവരങ്ങനെ പറഞ്ഞില്ലേ, ഇതിലേക്ക് കമൻറ്റ് ഇട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയൊക്കെ ശരിയാവുന്ന ഒരാൾ. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഒരു നന്മ നോക്കി നോക്കും. ഞാൻ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണോ? അല്ല. പക്ഷെ എൻ്റെ സ്ഥിതി അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ പറഞ്ഞത് എല്ലാം ശരിയാവും കേട്ടോ, ബുദ്ധിമുട്ടുകളൊക്കെ മാറണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പറഞ്ഞ ആൾക്ക് ഒരായിരം നന്ദി ഞാൻ പറയുന്നു. നന്നായിരിക്കട്ടെ എപ്പോഴും ആ നല്ല മനസ്സിൻ്റെ കൂടെ നോക്കിയേ. ഇന്നലെ എന്നിട്ട് വൈകുന്നേരം വിളിച്ചു തന്നിട്ട് പോയി, എന്തപ്പോൾ യൂട്യൂബർ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പം ഞാൻ യൂട്യൂബറൊന്നും ആയിട്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്യുക, സന്തോഷങ്ങൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അങ്ങനെ സങ്കടവും വിഷമവും മാത്രം പോരല്ലോ, നമുക്കിടയ്ക്ക് സന്തോഷം വേണം. അപ്പോൾ നാളെ കുട്ടിയുടെ മുകളിൽ പിറന്നാളായിരുന്നു, കേക്ക് മുറിച്ച്, അതൊരു സന്തോഷമല്ലേ. എൻ്റെ അന്നത്തെ കാലത്തൊന്നും നമുക്കൊരു കേക്കും ഇല്ല, ഒരു മുട്ടായില്ല, പിറന്നാളെന്നെ ആലോചിക്കലില്ല. അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ അന്നൊക്കെ പണിക്ക് വേണ്ടി ഓടിയിരുന്നു. അങ്ങനെ ജീവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ നമുക്ക് സന്തോഷവും ഇല്ല, കേക്കും ഇല്ല, ആഘോഷങ്ങളും ഇല്ല.